Morning everybody, welcome back to Literary Criticism and Theory. In the last class we discussed that Aristotle's opinion about comedy and Aristotle's opinion about epic and what is the difference between tragedy and epic according to Aristotle. Now we have Aristotle's observations on style. Aristotle lays down clearness and propriety are two essential qualities of good writing. Clear and familiar words should be used. Current words are the best in writing. Writing should aim at dignity and charm. These are attained by use of archaic words, foreign words, and newly coined words. They have an element of surprise in them. Aristotle says that a perfect poetic style uses words of all kinds in a judicious combination. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എഴുത്തിൽ അല്ലേ, റൈറ്റിംഗ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്നാണ് അരിസ്റ്റോട്ടിൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോക്കൂ, അരിസ്റ്റോട്ടിൽ ലേസ് ഡൗൺ ക്ലിയർനെസ് ആൻഡ് പ്രൊപ്രൈറ്റി ആർ ടു എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റൈറ്റിംഗ്. ഒരു നല്ല എഴുത്താണെങ്കിൽ അതിന് നല്ല ക്ലാരിറ്റി വേണം അല്ലേ, ക്ലിയറായിട്ട് വേണം, പ്രോപ്പർലി എഴുതിയതാവണം അല്ലേ, ക്ലിയർലി എഴുതിയൊരു സംഭവമായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം എഴുത്തിന്. ക്ലിയർ ആൻഡ് ഫെമിലിയർ വേർഡ് ഷുഡ് ബി യൂസ്ഡ്. പിന്നെ എങ്ങനെ വേണം? ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. കറൻറ്റ് വേർഡ്സ് ആർ ദ ബെസ്റ്റ് ഇൻ റൈറ്റിംഗ്. പിന്നെ പുതിയ വേർഡ്സും കൂട്ടത്തിൽ ഉപയോഗിക്കണം. റൈറ്റിംഗ് ഷുഡ് എയിം അറ്റ് ഡിഗ്നിറ്റി ആൻഡ് ചാം. അതിൻ്റെ ഒരു ശ്രേഷ്ഠത, ഒരു ചാംനെസ്, ബ്യൂട്ടി ആയിരിക്കണം റൈറ്റിങ്ങിൻ്റെ എയിം. ദീസ് ആർ അറ്റൈൻഡ് ബൈ ദ യൂസ് ഓഫ് ആർക്കേക്ക് വേർഡ്സ്. ഈ ഒരു ചാമും ബ്യൂട്ടിയൊക്കെ എങ്ങനെ കിട്ടും? ആർക്കേക്ക് ലാംഗ്വേജുകൾ, പഴയ വേർഡ്സും കൂടെ ഉപയോഗിക്കണം. പിന്നെ ഫോറിൻ വേർഡ്സ് വേണം, പിന്നെ ന്യൂലി കോയിൻഡ് വേർഡ്സ്. ഇതൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു എഴുത്തിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡിഗ്നിറ്റിയും ചാമും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലേ എന്തുണ്ടാവുള്ളൂ അതിൽ? ദർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഇൻ ദം. ഇങ്ങനെയുള്ള ഒരു എഴുത്തിലെപ്പോഴും ഒരു എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഉണ്ടായിരിക്കണം. അരിസ്റ്റോട്ടിൽ സെയ്സ് ദാറ്റ് എ പെർഫെക്റ്റ് പോയറ്റിക് സ്റ്റൈൽ യൂസസ് വേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് ഇൻ എ ജുഡീഷ്യസ് കോമ്പിനേഷൻ. നല്ലൊരു പെർഫെക്റ്റ് പോയറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞത് എല്ലാ ടൈപ്പ് വേർഡ്സും നിയമപരമായ കോമ്പിനേഷനിലോട് കൂടി ഉപയോഗിച്ചതായിരിക്കും ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില നിർദ്ദേശങ്ങളും അരിസ്റ്റോട്ടിൽ പറയുകയുണ്ടായി. കോമ്പൗണ്ട് വേർഡ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ ലിറിക്, റയർ or unfamiliar words suitable for epic, and the metaphorical use of language is the best form of drama. In rhetoric, Aristotle comments that common familiar words are best for prose that deals with everyday subject, but metaphorical language may employed to introduce element of novelty and surprise. നോക്കൂ, അരിസ്റ്റോട്ടിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്? കോമ്പൗണ്ട് വേർഡ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലിറിക് എഴുതാൻ എപ്പോഴും നല്ലത് കുറേ ക്ലോസുള്ള വേർഡ്സിലെ കോമ്പൗണ്ട് വേർഡ്സ് ആണ് എപ്പോഴും അധികം ഉപയോഗിക്കുക, സ്യൂട്ടബിൾ ആയത്. പിന്നെ അൺഫെമിലിയർ ആയതും റയറായിട്ടുള്ള വേർഡ്സും ഏതിലാണ് ഉണ്ടാവുക? എപ്പിക്കിലാണ് ഉണ്ടാവുക. പാരഡൈസ് ലോസിലെ ചില വേർഡ്സുകളൊന്നും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കാവില്ല. അങ്ങനത്തെ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് എവിടെയാണ് സ്യൂട്ടബിൾ ആയത്? എപ്പിക്കിന്. പിന്നെ മെറ്റഫറിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ്, മെറ്റഫേഴ്സ് അധികം ഉപയോഗിക്കൽ ഡ്രാമയിലാണ് സ്യൂട്ടബിൾ ആയത്. ഓക്കെ. ഇൻ റിട്ടോറിക് എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിലിൻ്റെ ബുക്കിൽ, അയാളുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, അരിസ്റ്റോട്ടിൽ കമൻറ്റ് ചെയ്തു, കോമൺ ഫെമിലിയർ വേർഡ്സ് ആർ ദ ബെസ്റ്റ് ഫോർ പ്രോസ്. പ്രോസിൽ കോമണും ഫെമിലിയറും ആയിട്ടുള്ള വേർഡ്സാണ്, പ്രോസാണ്, PROSE ആണ്, അതിലെപ്പോഴും അങ്ങനെയുള്ള വേർഡ്സാണ് ഉപയോഗിക്കാറുള്ളത്. ദാറ്റ് ഡീൽസ് വിത്ത് എവരിഡേ സബ്ജക്റ്റ്. എവരിഡേ കാര്യങ്ങളാണ്, ദിവസവും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും പ്രോസിൽ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഏത് ലാംഗ്വേജാണ്, ഏത് ടൈപ്പ് വേർഡ്സ് ആണ് ഏറ്റവും യൂസ്ഫുൾ? കോമൺ ആൻഡ് ഫെമിലിയർ വേർഡ്സ് ആർ ബെസ്റ്റ് ഫോർ പ്രോസ്. ഒരു പ്രോസ് എഴുതുകയാണെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് കോമണും ഫെമിലിയർ ആയിട്ടുള്ള വേർഡുകളാണ്. പിന്നെ മെറ്റഫറിക്കൽ ലാംഗ്വേജ് മേ എംപ്ലോയ് ടു ഇൻട്രൊഡ്യൂസ് എലമെൻറ്റ് ഓഫ് നോവൽറ്റി ആൻഡ് സർപ്രൈസ്. മെറ്റഫേഴ്സും സിമിലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? ഇറ്റ് എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് ദ ആർട്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു എലമെൻറ്റ് ഓഫ് നോവൽറ്റി ഒരു പുതുമ ഉണ്ടാക്കാനും സർപ്രൈസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റഫറിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാറുള്ളത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റിട്ടോറിക് എന്ന് പറഞ്ഞ ബുക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ.
Then multiplicity of clause, parenthesis and ambiguity should be avoided in prose. Words may be arranged in two ways, that is loose style and periodic style. നമുക്ക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ക്ലോസ്, കുറേ പ്രാവശ്യം ക്ലോസ് തന്നെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്ലോസ് വരിക. പിന്നെ പാരന്തസിസ് അല്ലേ, ഡീവിയേഷൻ ഫ്രം മെയിൻ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തപ്പോൾ കാട് കയറി പോവാന്ന് പറയാറില്ലേ, അതൊന്നും നല്ലതല്ല. പിന്നെ അതിൻ്റെ ആംബിഗിറ്റി, ദ്വയാർത്ഥം, ഡബിൾ മീനിങ്, ഡുവൽ മീനിങ് അല്ലേ, അതൊക്കെ ഒഴിവാക്കണം. പ്രോസിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം. പക്ഷേ പോയട്രിയിൽ ആംബിഗിറ്റി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. അതൊക്കെ അങ്ങനത്തെ ഒക്കെ യൂസുകൾ അതിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോസിൽ എപ്പോഴും ഇതൊക്കെ ഒഴിവാക്കണം. വേർഡ്സ് മേ ബി അറേഞ്ച്ഡ് ഇൻ ടു വേയ്സ്. വേർഡ്സ് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ലൂസ് സ്റ്റൈലും രണ്ടാമത്തത് പീരിയോഡിക് സ്റ്റൈലിലും. അപ്പോൾ ഫോർമർ കൺസിസ്റ്റ് ഓഫ് ഓൾ സെൻറ്റൻസ് വിത്ത് എ ബിഗിനിങ് ആൻഡ് എൻഡ്. അതിൽ ലൂസ് സ്റ്റൈലിലാണെങ്കിൽ ഏതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ബിഗിനിങ്ങും എൻഡും ഉണ്ടാവും. പീരിയോഡിക് സ്റ്റൈൽ ക്യാൻ മോർ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാൻ ലൂസ് സ്റ്റൈൽ. പീരിയോഡിക് സ്റ്റൈലാണ് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. ലൂസ് സ്റ്റൈലിലല്ല കേട്ടോ, പീരിയോഡിക് സ്റ്റൈലിലാണ് എന്താ ഉണ്ടാവുക? ഒരു ബിഗിനിങ്ങും എൻഡും ഉണ്ടാവുക. ലൂസ് സ്റ്റൈലിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ഏതാണ്? പീരിയോഡിക് സ്റ്റൈലാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാലല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് എസ്സേ എഴുതുന്ന സമയത്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രോപ്പർട്ടി, ക്ലിയർനെസ്സും പ്രൊപ്രൈറ്റി അല്ലേ, അത് രണ്ടും നിർബന്ധമാണ് ഒരു എഴുത്തിന്. പിന്നെ ക്ലിയർ അൺഫെമിലിയർ വേർഡ്സ് വേണം ഉപയോഗിക്കാൻ. കറൻറ്റ് വേർഡ്സ് ഉപയോഗിക്കണം, ന്യൂലി കോയിൻഡ് വേർഡ്സും ഉപയോഗിക്കണം. പിന്നെ റൈറ്റിങ്ങിൻ്റെ എയിം എന്തായിരിക്കണം? ഡിഗ്നിറ്റിയും ചാമും ആയിരിക്കണം റൈറ്റിങ്ങിൻ്റെ എയിം. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ചാമും ഡിഗ്നിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കണം? ആർക്കൈക് ലാംഗ്വേജ് ഉപയോഗിക്കണം. ദർ ഇസ് ആൻ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഇൻ ദം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഇനി വാല്യൂ ഓഫ് ക്രിറ്റിസിസം. വാല്യൂ ഓഫ് ക്രിറ്റിസിസത്തിൽ നമ്മൾ എന്തൊക്കെയാണോ അരിസ്റ്റോട്ടലിനെ കുറിച്ചിട്ട് ഇതുവരെ പഠിച്ചത് ആ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അരിസ്റ്റോട്ടിൽസ് വാല്യൂ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. നോക്കൂ, അരിസ്റ്റോട്ടിൽ വാസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്ഷ്ഡ് ഡിസൈപ്പിൾ ഓഫ് പ്ലാറ്റോ. ദോ അരിസ്റ്റോട്ടിൽ അഗ്രീഡ് വിത്ത് ഹിസ് ടീച്ചർ ഇൻ മെനി ഓഫ് ഹിസ് ക്രിട്ടിക്കൽ കമൻറ്റ്സ്, ഹി ഓൾസോ ഡിസഗ്രീഡ് വിത്ത് ഹിം സം ഓഫ് ഹിസ് ഒപ്പീനിയൻസ്. Aristotle wrote about half dozen critical treatises, but only two of them, namely Poetics and Rhetoric, are available now. Poetics deals with the art of poetry and the Rhetoric deals with the art of speaking. It is Poetics that Aristotle put forward his theory of tragedy. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. പ്ലാറ്റോൻ്റെ ശിഷ്യനാണ്. പ്ലാറ്റോനെ ചില കാര്യങ്ങളിൽ എഗ്രി ചെയ്യുന്നു, ചില കാര്യങ്ങൾ ഡിസഗ്രി ചെയ്യുന്നു. അരിസ്റ്റോട്ടിൽ ഇഷ്ടം പോലെ വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഫേമസ് ആയത്, പോയറ്റിക്സും റിട്ടോറിക്കും. പിന്നെ പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് പോയട്രി ആണ്, റിട്ടോറിക് മീൻസ് ആർട്ട് ഓഫ് സ്പീക്കിംഗ് ആണ്. പോയറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ പുട്ട് ഫോർവേഡ് ഹിസ് തിയറി ഓഫ് ട്രാജഡി. പോയറ്റിക്സിൽ കാര്യമായിട്ട് പറയുന്നത് ട്രാജഡിനെ കുറിച്ചാണ്. 26 ചാപ്റ്റേഴ്സാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് മൊത്തമായിട്ട് വാല്യൂ ഓഫ് ക്രിറ്റിസിസത്തിൽ വരുന്നത് കേട്ടോ. ഇമിറ്റേഷൻ അക്കോർഡിംഗ് ടു ഹിം. ഇനി അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ഗുഡ് തിങ് ബിക്കോസ് ഓൺലി ദ നോബ്ലസ്റ്റ് ക്രിയേച്ചർ ദാറ്റ് ഈസ് മാൻ, ദ ഹ്യൂമൻ ബീയിങ് ക്യാപ്പബിൾ ഓഫ് ഇറ്റ്. ഹ്യൂമൻ ബീയിങ്സിന് മാത്രമേ ഇമിറ്റേഷൻ പറ്റുള്ളൂ. അവരാണ് ഹയസ്റ്റ് ക്രിയേഷൻസ്, അവർക്ക് മാത്രമേ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹയർ ലൈഫ് ഓഫ് മാൻ, ദ പേർപ്പസ് ഓഫ് ആർട്ട് ടു ഗിവ് പ്ലഷർ. അത് അദ്ദേഹം അതേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫങ്ഷൻ ഓഫ് പോയട്രി എന്താണ്? ഇമ്മീഡിയറ്റ് ഫങ്ഷൻ എന്താണ്? പെട്ടെന്ന് ചോദിച്ചാൽ പ്ലഷർ ഈസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി എന്നാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഹി ഡസ് നോട്ട് ഇൻസിസ്റ്റ് ദാറ്റ് പോയറ്റ് മസ്റ്റ് ബി ടീച്ചേഴ്സ്. പക്ഷേ പോയറ്റ്സൊക്കെ ടീച്ചേഴ്സാണ് എന്നുള്ള, പോയറ്റ്സൊക്കെ ടീച്ചേഴ്സ് ആവണം എന്നുള്ളത്. കാരണം പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയറ്റ് ഷുഡ് ബി ടീച്ചേഴ്സ് അല്ലേ. ആ ഫങ്ഷനാണ് എന്താ വെച്ചാൽ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയട്രിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഫങ്ഷന് എന്തായിരിക്കണം? പോയറ്റ് ടീച്ചേഴ്സ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ അരിസ്റ്റോട്ടിൽ പോയറ്റ്സ് ടീച്ചേഴ്സ് ആവണം എന്ന് പറയണില്ല. ഹി ഡസ്
ഡസ് നോട്ട് ഇൻസിസ്റ്റ് ദാറ്റ് പോയറ്റ് മസ്റ്റ് ബി ടീച്ചേഴ്സ്. ആ ഒരു പോയിന്റിനോട് നമ്മുടെ അരിസ്റ്റോട്ടിൽ യോജിക്കുന്നില്ല. പിന്നെ ആർട്ടിസ്റ്റ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ള ആ പോയിന്റും ആരും എഗ്രി ചെയ്യുന്നില്ല, അരിസ്റ്റോട്ടിൽ എഗ്രി ചെയ്യുന്നില്ല കേട്ടോ. ആ പോയിന്റ് മറക്കരുത്. ആർട്ടിസ്റ്റ് ചോയ്സ് റിമൂവ്ഡ് ദ അൺലൈക്ക് പ്ലാറ്റോ ഹി ഡസ് നോട്ട് റിഗാർഡ് പോയട്രി ആസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. പ്ലാറ്റോനെ പോലെയല്ല അരിസ്റ്റോട്ടിൽ ഒരിക്കലും അത് പരിഗണിക്കുന്നേ അല്ല, മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോയട്രി മേ ടീച്ച് ഈഫ് ഇറ്റ് ഈസ് ഇൻസിഡൻ്റ്. പിന്നെ ഇയാളൊരു കാര്യം, ഒരു ഡ്വൽ പർപ്പസ് ഓഫ് പോയട്രി, ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ ഡ്വൽ പർപ്പസ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ? പോയട്രി മേ ടീച്ച് ഇറ്റ് ഈസ് ഇൻസിഡൻ്റൽ. ഇൻസിഡൻ്റലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ തരുന്നുണ്ടെങ്കിൽ എന്താണ് അത് ആക്സെപ്റ്റബിൾ ആണ് അല്ലേ. പ്ലഷർ ഇറ്റ് ഗീവ്സ്, ഇൻസിഡൻ്റൽ പ്ലഷർ നൽകുന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സച്ച് പ്ലഷർ ഷുഡ് ബി റിഗാർഡഡ് ആസ് സുപ്പീരിയർ, ഇറ്റ് സെർവ്സ് എ ഡ്വൽ പർപ്പസ്. പ്ലഷർ ആൻഡ് സിവിക് മൊറാലിറ്റി. പൗരത്വ ബോധവും സന്തോഷവും ഒക്കെ ഒറ്റ ടൈമിൽ ഒരു പ്രത്യേക ഇമ്മീഡിയറ്റ് പ്ലഷർ നൽകുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഇൻസിഡൻ്റൽ പ്ലഷർ നൽകുന്നുണ്ടെങ്കിൽ എന്താണ് അതാണ് ഡ്വൽ പർപ്പസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞത്. പ്ലഷറും എന്താണ് ടീച്ചിങ്ങും ആ സമയത്താണ് അതിൽ വരുന്നത്. നമ്മൾ നോട്ടിൽ അതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റും കൂടി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് അണ്ടർസ്റ്റുഡ് ആവും. ഓക്കെ. Aristotle make a detailed study of epic and tragedy. Comparing the two, he says tragedy is superior to epic. അരിസ്റ്റോട്ടിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി എപ്പിക്കിനെയും ട്രാജഡിനെയും കുറിച്ചിട്ട്. കമ്പയറിങ് ദ ടു ഹി സേസ് ട്രാജഡി സുപ്പീരിയർ ടു എപ്പിക്. ഇത് രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ട്രാജഡിയാണ് സുപ്പീരിയർ എപ്പിക്കിനേക്കാളും. ബട്ട് വി ഹാവ് സീരിയസ് പ്ലോട്ട്സ്, ദ ക്യാരക്ടർ ഷുഡ് ബി ഗുഡ്, അപ്രോപ്രിയേറ്റ്, ഹ്യൂമൻ ലൈക്ക് ആൻഡ് കൺസിസ്റ്റൻസി. അല്ലേ, എന്തൊക്കെ വേണം? ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സ്പെക്ടക്കിളും മ്യൂസിക്കിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ട്രാജഡിയാണ് സുപ്പീരിയർ കോമഡിനേക്കാളും എന്നൊക്കെ പറഞ്ഞു അല്ലേ. ആൾ ദ എപ്പിക് എലമെൻറ്റിൻ്റെ ഷോർട്ടർ കമ്പാസിൽ എവിടെ ഉണ്ട്? ട്രാജഡിയിലുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ബോത്ത് ഹാവ് സീരിയസ് പ്ലോട്ട്. ട്രാജഡിയിലും എപ്പിക്കിലും സീരിയസ് ആയിട്ടുള്ള പ്ലോട്ടാണ് ഉണ്ടാവുക. ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താ? ഹീറോ എങ്ങനെ ആയിരിക്കണം? ക്യാരക്ടർ ഷുഡ് ബി ഗുഡ്, അപ്രോപ്രിയേറ്റ്, ഹ്യൂമൻ ലൈക്ക് ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഒരു കൺസിസ്റ്റൻറ്റ് സ്ഥിരത ഉള്ള ആളായിരിക്കണം ഹീറോ. ക്യാരക്ടേഴ്സ് ഗുഡായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആവണം അല്ലെ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതേ ക്വാളിറ്റീസ് ഉള്ള ആളായിരിക്കണം. കാരണം നൈദർ ടു ഗുഡ് നൈദർ നോർ ടു ബാഡ്, അധികം നല്ലതും ആവരുത്, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരാളായിരിക്കണം. The language should be ornate, they should contain deep thought. Music and spectacle are two things not needed in an epic but are essential in tragedy. മ്യൂസിക്കും സ്പെക്ടക്കിളും എന്തിനാവശ്യമല്ല? എപ്പിക്കും ട്രാജഡി നമ്മളെ വ്യത്യാസമായിട്ട് പറയുന്നത്. മ്യൂസിക്കും സ്പെക്ടക്കിളും ഇതിന് ആവശ്യമല്ല, പക്ഷേ ട്രാജഡിക്ക് എന്താണ്? ഇത് അത്യാവശ്യമാണ്. ദ പർപ്പസ് ഓഫ് ട്രാജഡി ഈസ് ടു അറോസ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ വിത്ത് ടു അക്കംപ്ലിഷ്ഡ് കഥാസിസ് ഓർ പർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. ഒരു ട്രാജഡിൻ്റെ എയിം എന്താ വെച്ചാൽ, പർപ്പസ് എന്താ വെച്ചാൽ പിറ്റിയും ഫിയറും ഓഡിയൻസിൽ അറോസ് ഉണ്ടാക്കുക, റൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. വിത്ത് ടു അക്കംപ്ലിഷ്, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും? കഥാർസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ പർഗേഷൻ, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. വാട്ട് യു മീൻ ബൈ കഥാർസിസ്? പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. Aristotle also says that tragedy will make people strong. ട്രാജഡി ജനങ്ങളെ സ്ട്രോങ് ആക്കും എന്നാണ് അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ജനങ്ങളെ ഡ്രാമയിലൂടെ കൊണ്ടുപോയിട്ട് മനുഷ്യൻ്റെ മനസ്സിനൊരു ഉറപ്പുണ്ടാക്കും. ഇങ്ങനെയുള്ള അവസ്ഥകൾ സ്വന്തം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് നോട്ട് ഹാംഫുൾ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് ഹാംഫുൾ അക്കോർഡിംഗ് ടു പ്ലേറ്റോ. അരിസ്റ്റോട്ടിൽ ഹി laid the foundation of Western aesthetics. ഒരു പോയിൻ്റ് ആവശ്യമൊന്നുമില്ല. ഇത് ഇത്രയും വരെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ബാക്കി നിങ്ങൾ എന്താണ് പഠിച്ച പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ആണ് വാല്യൂ ഓഫ് ക്രിറ്റിസിസം എഴുതേണ്ടത് കേട്ടോ. ഇത് വെസ്റ്റേൺ എസ്തെറ്റിക്കിനൊരു ഫൗണ്ടേഷനൊക്കെ കൊടുത്തു അരിസ്റ്റോട്ടിൽ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അരിസ്റ്റോട്ടിൽ പഠിക്കാനുള്ളത്. Now I'm going to stop here. We will meet again in the next class. Thank you.